തിരുവനന്തപുരത്ത് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്ന് പരാതി. ഊരൂട്ടമ്പലം അയ്യങ്കാളി വിദ്യാലയത്തിലെ ബസ് കോർഡിനേറ്റർ അഭിലാഷിനെതിരെ മണ്ണാമുല സ്വദേശി ജയശ്രീയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. തന്റെ മണം കുട്ടികൾക്കും മറ്റും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പരാതി. മാറനല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സ്കൂളിൽ കയറിയതും എന്നെ വിളിച്ചുകൊണ്ട് പോയ ചേച്ചി എന്നോട് വന്ന് പറയാണ്, നിന്നെക്കുറിച്ചൊരു പരാതിയുണ്ട്. പിന്നെ അഭിലാഷ് സാറിനോട് ഒരു യഥാർത്ഥ വിളിച്ച് പറയാണ്, നീ സ്മെല്ലാണ്, നീ SC ആണ്, നിന്നെ എടുക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെ ആര് പറഞ്ഞു? അത് നീ പോണ റൂട്ടിൽ ഒരു രക്ഷകർത്താവാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ടീച്ചർ അറിഞ്ഞിട്ടില്ല എന്ന്. ഇതുപോലെ വേറെ കാര്യങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരിടത്ത് ഒരു ആറ്റുകാല അമ്മയെന്ന് പറഞ്ഞ ആലമ്പൂറ്റയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിരുന്നു. അവിടുത്തെ മാനേജർ എല്ലാം എഴുതി ഒപ്പിട്ട് എല്ലാമൊക്കെ തന്നായിരുന്നു. പക്ഷേ ഈ പുള്ളി ആ റൂട്ട് പോകുന്ന കാരണം ഈ പുള്ളിയുടെ അടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉടനെ പറയുകയാണ്, ആ റൂട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ആ ലോണിനും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് നമുക്കെതിരായിട്ട് തടസ്സം നിൽക്കുകയാണ് പുള്ളി. ആ ഒരു ജാതിയുടെ ഇപ്പോഴും ആ ഒരു ജാതിയുടെ ഒരു ഇത് വെച്ച് പുള്ളി നമ്മോട് പെരുമാറുകയാണ്. വളരെ നമുക്ക് ദയനീയമായി നമുക്ക് നല്ല സങ്കടമാണ് ഉള്ളത് ഈ കാര്യത്തിൽ. സ്വാന്തന സാജു നമുക്കൊപ്പമുണ്ട്. സ്വാന്തന, ഈ കാലഘട്ടത്തിലും ഇത്തരത്തിൽ ഈ ജാതി അധിക്ഷേപം, ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചവരോട് അത്തരത്തിൽ ക്രൂരമായി പെരുമാറുക എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നല്ല, വിശ്വസിക്കാൻ പോലും കഴിയുന്നല്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അത്ഭുതം. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ കൂടുതൽ പരാതികൾ ഇത്തരത്തിൽ വരുന്നുണ്ടോ? അഷാസ്, ക്രൂരമായ ജാതിവെറിയുടെ ജാതി അധിക്ഷേപത്തിന്റെയും ഒക്കെ തന്നെയും വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണാമുല സ്വദേശിയായ ജയശ്രീ എന്ന സ്ത്രീയാണ്. ഇവർ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ഊരുട്ടമ്പലത്ത് പ്രവർത്തിക്കുന്ന ശ്രീ സരസ്വതി വിദ്യാലയ എന്ന സ്കൂളിൽ ആയയായിട്ട്, ബസ്സിലെ ആയയായിട്ട് ജോലിക്ക് പ്രവേശിച്ചത്. താൽക്കാലികമായ ജോലിയായിരുന്നു അത്. അവർക്ക് പരിചയമുള്ള ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞറിഞ്ഞിട്ടാണ് ഇവർ ഈ സ്കൂളിലേക്ക് എത്തുന്നത്. 3-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 3 ദിവസം മാത്രമാണ് ഇവരവിടെ ജോലിക്ക് എത്തിയത്. രാവിലെ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റുക, തിരിച്ച് സ്കൂളിൽ ഇറക്കുക, വൈകുന്നേരവും ഇതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലിറക്കുക. ഇതാണ് അവരുടെ ജോലിയായി പറഞ്ഞിരുന്നത്. 5000 രൂപ ശമ്പളവും നൽകാമെന്ന് പറഞ്ഞിരുന്നതാണ്. 5-ാം തീയതി വൈകുന്നേരം ഇവർ എല്ലാ ദിവസവും വരുന്നത് പോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികളെ തിരിച്ച് വീട്ടിലാക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ബസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ വെഹിക്കിൾ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അയാൾ ഈ ജയശ്രീയോട് പറയുകയാണ്, നിങ്ങൾ നാളെ മുതൽ വരണ്ട. അതിന് കാരണമായി അയാൾ പറഞ്ഞത്, നിങ്ങളുടെ സ്മെല്ല് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് ഡ്രൈവറിനോട് ചില രക്ഷിതാക്കൾ അങ്ങനെ ഒരു പരാതി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ വരണ്ട എന്നാണ് ഈ അഭിലാഷ് പറഞ്ഞത്. അത് മാത്രമല്ല, നിങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ, എനിക്ക് നിങ്ങളുടെ അമ്മയൊക്കെ അറിയാം, നിങ്ങൾ ഇന്ന ആളുടെ മകളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ജയശ്രീ പറയുന്നത്. ഇത് പ്രിൻസിപ്പലിനെ ഈ വിവരം അറിയിച്ചു. പക്ഷേ പ്രിൻസിപ്പൽ ഇയാളോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചെങ്കിലും അഭിലാഷ് വന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീടാണ് ഇത് കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ താൻ ജാതി അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് ഇത് കാണിച്ചുകൊണ്ട് ഇവർ മാറനല്ലൂർ പോലീസിൽ പരാതി നൽകുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഷിയാസ്, ഇവര് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു പ്രക്ഷോഭം നടന്നതും അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മുന്നേറ്റം നടന്ന കാര്യമൊക്കെ തന്നെ നമുക്കറിയാം. അന്ന് പഞ്ചമി എന്ന് പറയുന്ന വിദ്യാർത്ഥിനി, അത് ദളിത് സമൂഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഊരുട്ടമ്പലം. ഈ പഞ്ചമി എന്ന പെൺകുട്ടി, അയ്യങ്കാളിയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് വന്ന പഞ്ചമി എന്ന പെൺകുട്ടിയുടെ 4-ാം തലമുറയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഈ പരാതിയുമായി എത്തിയിരിക്കുന്ന ജയശ്രീ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നൂറ്റാണ്ടായിട്ട് പോലും നമ്മളിപ്പോൾ നിൽക്കുന്ന എല്ലാ നമ്മൾ വിദ്യാഭ്യാസത്തിലും ഒക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഈ കാലത്താണ് ഇത്തരത്തിലൊരു ജാതിവെറി ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് പഞ്ചമിയുടെ വിഭാഗത്തിൽപ്പെട്ട 4-ാം തലമുറയിൽപ്പെട്ട ഒരാൾക്ക് ഇത്തരത്തിലൊരു ജാതിവെറിക്ക് ഇരയാകേണ്ടി വന്നു എന്നുള്ളതാണ് ഷിയാസിനിലെ എന്തായാലും പ്രധാനപ്പെട്ട കാര്യം. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാറനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. SC വിഭാഗങ്ങൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്, 32 വർഷമായിട്ട് ഈ സ്കൂൾ അവിടെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. പല വിഭാഗത്തിൽപ്പെട്ട പല മതസ്ഥരായ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരാരും തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാതി പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ പറയുന്നത്. ഈ അഭിലാഷ് പറയുന്നത് താൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അഭിലാഷ് പറയുന്നത് സംഭവത്തിൽ ഇപ്പോൾ എന്തായാലും കടുത്ത നടപടിയും ഉണ്ടാവണം. ഇപ്പോൾ 4 നൂറ്റാണ്ടെന്നല്ല, 5-ഓ 10-ഓ നൂറ്റാണ്ട് കഴിഞ്ഞാലും ഇത്തരത്തിൽ ഈ ജാതിയുടെ രീതിയിൽ മാത്രം മനുഷ്യനോട് പെരുമാറുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പുഴുക്കുത്തുകൾ സമൂഹത്തിൽ ബാക്കി നിൽക്കും. ഇവരെ സമൂഹം തിരിച്ചറിയുക, ഇവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം.